ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്കൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നന്നായി ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇത് വഴറ്റി കൊടുക്കണം. സവാള നന്നായി നിറം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആദ്യം ചേർക്കാം. ഇനി നന്നായി പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഈ തക്കാളി നന്നായി ഉടഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ചെറിയ ചൂടുവെള്ളം ചേർക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൂന്തൽ ചേർക്കാം. ഒരു 1/2 കിലോ കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വട്ടത്തിൽ അരിഞ്ഞതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത ശേഷം നന്നായി മസാലയോട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. അധികം വെന്താൽ റബ്ബർ പോലെയാവും. 5 മിനിറ്റാണ് ഇതിൻ്റെ വേവ്. 5 മിനിറ്റിന് ശേഷം തുറന്ന ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം തുറന്ന് വെച്ചിത് വെള്ളം വറ്റുന്ന വരെ വേവിച്ചെടുക്കാം. നന്നായി റോസ്റ്റ് ആവുന്ന വരെ നമുക്കിത് തുറന്ന് വയ്ക്കാം. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നല്ല മസാല രൂപത്തിലാവും. ഈ സമയം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡിയാണ്. സാധാ മട്ടേരി ചോറിൻ്റെ ഒപ്പം ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.